ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 17 ഏപ്രിൽ 2025 വ്യാഴാഴ്ച. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു അനാലിസിസ് നടത്താം. നമ്മൾ കണ്ടു ഒരു 3 ട്രേഡിംഗ് ദിവസത്തെ ഒരു പോസിറ്റീവ് റാലിയാണ് നമ്മുടെ മാർക്കറ്റ് സൃഷ്ടിച്ചത്. അതേപോലെ ഇന്നലത്തെ നമ്മളൊരു നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 108 പോയിന്റ് പോസിറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് 0.47% പോസിറ്റീവിലാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 738 പോയിന്റ്, അതായത് 1.4% പ്രോഫിറ്റിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 309 പോയിന്റ്, അതായത് 0.4% ഇന്നലെ സെൻസെക്സ് ആണെങ്കിലും ഉയർന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള റാലിയാണ് മാർക്കറ്റ്, പോസിറ്റീവ് റാലിയാണ് മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം നമ്മൾ ഒരു മാസത്തെ നമ്മൾ ബാക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യം നമ്മുടെ മാർക്കറ്റ് വരുത്തി വെച്ച നഷ്ടങ്ങളെല്ലാം ഈ ഒരു 3 ദിവസത്തെ ഒരു പോസിറ്റീവ് റാലിയോട് കൂടി മാർക്കറ്റ് നികത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു ചേഞ്ചസ് ആണ് മാർക്കറ്റ് കണ്ടിട്ടുള്ളത്. പക്ഷെ മാർക്കറ്റിൽ ഇപ്പം ഉണ്ടാകുന്ന ഓരോ ഫ്ലക്ച്വേഷൻസും അതൊരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത് നമ്മൾ പെട്ടെന്ന് കയറി ഒരു ലോങ് പൊസിഷനിലേക്ക് പോകാതിരിക്കുക. അപ്പം ഇത് നമുക്ക് ഇനിയും മാർക്കറ്റിൽ ഒരു ചേഞ്ചസ് വരും. ഇതോടുകൂടി ഒരു പോസിറ്റീവ് റിവേഴ്സലോട് കൂടി ഇതുവരെ മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിച്ചെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റിൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ബുള്ളിഷ്നെസ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ട്രേഡേഴ്സ് ആണെങ്കിലും അതേപോലെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക, അതേപോലെ ഡിസിപ്ലിൻ പാലിക്കുക. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതോളം വരെ നമ്മുടെ US-ചൈന വാറിന്റെ ട്രേഡ് വാറിന്റെ ഒരു തീരുമാനങ്ങളുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കൂടുതൽ പൊസിഷനിൽ നിന്നെല്ലാം കുറച്ച് നമ്മളൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമായ ഒരു കാര്യം. നമുക്കറിയാം US-ചൈന ട്രേഡ് വാർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് ഏകദേശം അതിന്റെ സംസാരങ്ങളെല്ലാം ഇപ്പൊ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റിന്റെ ട്രെൻഡുകൾ ഇനി നമുക്ക് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് ഒരു മനസ്സിലാവത്തുള്ളൂ. അതേപോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും US-ന്റെ ബോയിങ് വിമാനങ്ങളുടെ കോൺട്രാക്ട് ഇപ്പം ചൈന നിർത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ബോണ്ട് മാർക്കറ്റിന്റെ തിരിച്ചടി ട്രംപിന് നല്ല രീതിയിലാണ് ഏറ്റിട്ടുള്ളത്. അപ്പം ട്രംപും നല്ല രീതിയിൽ ഇരിക്കത്തില്ല. അതേപോലെ തന്നെ ചൈനയും അതിശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം 2 രാജ്യങ്ങളും വളരെ ഒരു ട്രേഡ് വാർ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു 3 ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. പക്ഷെ എപ്പോൾ വേണേലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു നല്ലൊരു തിരിച്ചടി നമുക്ക് വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് ഇൻഫോസിസ്, HDFC AMC, HDFC ലൈഫ്, ടാറ്റ എലക്സൈ, ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇതിന്റെയൊക്കെ Q4 റിസൾട്ട്, Q4 റിസൾട്ട് പബ്ലിഷ് ആവുകയാണ്. ഇത്ര കമ്പനികളിൽ നല്ലൊരു ചേഞ്ചസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ റിസൾട്ടിനെ ബേസ് ചെയ്ത് അത്യാവശ്യം അവരുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ നല്ലൊരു വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ADRൽ വിപ്രോ ഇപ്പം നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ്, നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ നമുക്ക് സംഭവിക്കാൻ ഏറെ സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നോക്കിക്കണ്ട് തന്നെ ട്രേഡ് ചെയ്യുക. എക്സ്പയറി ദിവസം തന്നെയാണ് ഇന്ന് നിഫ്റ്റിയുടെ. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ ട്രേഡിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടി. അതേപോലെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം ഈ വരുന്ന ഏപ്രിൽ 22 മുതൽ 26 തീയതി വരെ US-ൽ പോവുകയാണ്. US-ലെ ഫിനാൻസിംഗ് സെക്രട്ടറി ആയിട്ടും അതേപോലെ തന്നെ ടോപ്പ് CEOs അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. നമുക്കിപ്പോൾ വിചാരിക്കാം ഇന്ത്യയിലേക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഓരോ കമ്പനീസിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അതേപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും കൊമ്മോഡിറ്റി മാർക്കറ്റിൽ, കൊമ്മോഡിറ്റി മാർക്കറ്റിലുള്ള ഗോൾഡിന്റെ പ്രൈസ് ഇപ്പം ഓൾ ടൈം ഹൈയിലാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അപ്പം കൊമ്മോഡിറ്റി മാർക്കറ്റിലെ ഗോൾഡിന്റെ പ്രൈസ് കൂടിയാൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിനെ അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം സ്റ്റോക്കിന്റെ നമുക്കിപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഇനിയും നമുക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ഓരോ ടെക്നിക്കൽ അനാലിസിസിലൂടെയും അതേപോലെ തന്നെ പല ഫണ്ടമെന്റൽ അനാലിസിസിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം സ്റ്റോക്കിന്റെ പ്രൈസ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇറങ്ങി വരാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഇറക്കം നമ്മൾ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഗോൾഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു
അപ്സൈഡ് റാലി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിലെ ടോപ്പ് ലൂസേഴ്സിനെ പറ്റിയും ടോപ്പ് ഗെയിനേഴ്സിനെ പറ്റിയും നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ടോപ്പ് ഗെയിനേഴ്സ് ആയത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്, 7.1% ഗെയിൻ ആണ് ഉണ്ടായത്. അതേപോലെ തന്നെ ആക്സിസ് ബാങ്ക് 4.3% ആണ്. അതേപോലെ ONGC 3.6% ഗെയിനിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ മാരുതി സുസുക്കി 1.6% നെഗറ്റീവിലും, അതേപോലെ തന്നെ ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് 1.2% നെഗറ്റീവിലും, ടാറ്റ മോട്ടോഴ്സ് 0.9% നെഗറ്റീവിലുമാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ FIDI ഡാറ്റ, FI എന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, DIS എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരുടെ ഒരു ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ FIS ഇന്നലെ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. 3936 കോടിയുടെ ബൈ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ DISനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 2513 കോടിയുടെ സെല്ലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നെറ്റ് ബയ്യേഴ്സ് ആയിരുന്നു ഇന്നലെ 1423 കോടിയുടെ ബൈ ആയിരുന്നു ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇന്നലത്തെ നമ്മുടെ NSEയുടെ സെക്ടർ വൈസ് പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും സെക്ടേഴ്സ് ആണ് ടോപ്പായിട്ട് പെർഫോം ചെയ്തത്. അതിലെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും PSU ബാങ്ക്സ്, അതേപോലെ തന്നെ എനർജി, മീഡിയ ആണ് ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇന്നലെ നെഗറ്റീവായി ട്രേഡ് ചെയ്ത സെക്ടേഴ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഓട്ടോ സെക്ടർ, അതേപോലെ ഫാർമ സെക്ടർ ഒക്കെ നെഗറ്റീവിലാണ് ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുള്ള. ഈ ഒരു സെക്ടേഴ്സ് ഒക്കെ നെഗറ്റീവിലാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. പല ന്യൂസുകളെയും ബേസ് ചെയ്ത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരും. എല്ലാവരും ഇപ്പൊ തന്നെ ഒരു പോസിറ്റീവ് റാലിയാന്ന് വിചാരിച്ച് ഒരു ലോങ്ങിലേക്ക് പോകാതിരിക്കുക. നല്ല രീതിയിൽ മാർക്കറ്റിനെ പഠിച്ചിട്ട് മാത്രം, ന്യൂസുകളെല്ലാം കേട്ടതിന് ശേഷം മാത്രം നല്ലൊരു തീരുമാനം എടുത്ത് നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ട് ഒരു പേഷ്യൻസോടുകൂടി തന്നെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസോ അതേപോലെ തന്നെ കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.